ആളിക്കത്തിയ വിവാദങ്ങൾക്ക് പിന്നാലെ എഎംഎംഎയിൽ പൊട്ടിത്തെറി. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചെന്ന് പ്രഖ്യാപിച്ച് ശ്വേതാ മേനോൻ. ജനറൽ ബോഡിയിലെ പ്രഖ്യാപനത്തിന് പിന്നാലെ അനുനയ ശ്രമത്തിൽ മറ്റംഗങ്ങൾ. സുപ്രധാനമായ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഏക പ്രമുഖൻ മോഹൻലാൽ മാത്രമാണ്. ആരുടെയും പക്ഷം ചേരാനില്ലെന്നും ഭൂരിപക്ഷമനുസരിച്ച് തീരുമാനമെടുക്കട്ടെയെന്നും ലാൽ യോഗത്തിൽ പറഞ്ഞു. ഭരണം താൽക്കാലിക സമിതിക്ക് കൈമാറണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് സംഭവിക്കുന്നത്? രാജ്യസന്നദ്ധത പ്രസിഡന്റ് അറിയിക്കുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണോ, അതോ താൽക്കാലിക സമിതി രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണോ? എന്താണ് മുൻ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? പ്രമുഖർ വിട്ടുനിൽക്കുന്നതിന് കാരണം എന്താണ്? എല്ലാ വിവരങ്ങളും. അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ ഈ യോഗത്തിന് പുറത്ത് നേരത്തെ തന്നെ അടി തുടങ്ങിയിരുന്നു. അതിപ്പോൾ ഈ യോഗത്തിലും അത്തരത്തിലുള്ള നാടകീയ സംഭവവികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ നിലവിൽ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേദിയിൽ വെച്ച് താൻ രാജി വെക്കുന്നു എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയിരുന്നത്. അതിനുശേഷം വേദി വിട്ടിറങ്ങിയ ശ്വേതാ മേനോനെ അംഗങ്ങൾ ചേർന്ന് അനുനയിപ്പിച്ച് തിരികെ വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോൻ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഘടനയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് സംബന്ധിച്ച് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടങ്ങിയിരുന്നു. കണക്ക് വ്യക്തമല്ല, കൃത്യമായ കണക്കുകളില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കണക്കിൻ്റെ കാര്യം പറയുമ്പോൾ നിലവിൽ ട്രഷറർ സ്ഥാനത്തുള്ള ഉണ്ണി ശിവപാൽ ദീർഘ അവധിയിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കണക്ക് അവതരിപ്പിക്കാൻ കഴിയുമെന്നൊരു ചോദ്യമാണ് ശ്വേതാ മേനോൻ തിരിച്ച് ചോദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിലായിരുന്നു നാടകീയമായിട്ട് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചത്. പക്ഷേ ആ രാജി ജനറൽ ബോഡി അംഗീകരിച്ചില്ല എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. കാരണം ശ്വേതാ മേനോനെ അനുനയിപ്പിച്ച് വേദിയിലെത്തിക്കാൻ അവരോടൊപ്പമുള്ള അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രമുഖ നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ മാത്രമാണ്. മോഹൻലാൽ ഈ വിഷയത്തിൽ ആരുടെയും പക്ഷം ചേരാനില്ലെന്നൊരു നിലപാടാണ് പ്രഖ്യാപിച്ചത്. അത് മാത്രമല്ല, അമ്മ എന്നത് തകരുന്ന സംഘടനയല്ല. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ, അതായത് ഇന്നത്തെ ജനറൽ ബോഡിയുടെ ഭൂരിപക്ഷ തീരുമാനം എന്താണോ അത് നടക്കട്ടെ എന്നുള്ളതാണ് ഈ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ ജനറൽ ബോഡിയെ അറിയിച്ചത്. എന്തായാലും ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ്. ഇതുവരെയും ഒരു പരിഹാരത്തിലെത്തുകയോ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയോ ചെയ്തിട്ടില്ല. എന്തായാലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം നിയമപരമായിട്ട് ഇന്ന് ഒരു അവിശ്വാസ പ്രമേയം നൽകിക്കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ ചർച്ചയ്ക്കെടുക്കാനുള്ള സാഹചര്യം ഇല്ല, നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻകൂട്ടി തന്നെ അവിശ്വാസ പ്രമേയം നൽകുകയും അതിനുശേഷം അംഗങ്ങളെ അറിയിക്കുകയും പിന്നീട് ഒരു യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് അത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത. പക്ഷേ ഒരു വിഭാഗം അംഗങ്ങൾക്ക് നിലവിലെ നേതൃത്വത്തോടുള്ള അഭിപ്രായ വ്യത്യാസം അത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചും നേതൃത്വത്തിനോടൊപ്പം നിൽക്കുന്നവർക്കും തങ്ങളുടെ നിലപാട് പറയാനുള്ള അവസരം ഇന്ന് ലഭിച്ചിട്ടുണ്ട്. ഉണ്ണി ശിവപാലായിരുന്നു ആദ്യം ഇക്കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് യോഗത്തിൽ സംസാരിച്ചത്. തുടർച്ചയായിട്ട് ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു, സിദ്ദിഖ് സംസാരിച്ചു, ഗണേശ് സംസാരിച്ചു. അവരൊക്കെ തന്നെ അവരുടെ നിലപാടുകൾ ആർക്കൊപ്പമാണ് എന്നൊരു വ്യക്തമാക്കലാണ് അവിടെ നടത്തിയത്. എന്തായാലും ഇപ്പോൾ തർക്കമെന്ന് പറയുന്നത് ഈ കണക്കുകൾ പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശ്വേതാ മേനോൻ ഇപ്പോൾ കുറച്ച് സമയം, ഏകദേശം 40 ദിവസത്തോളം സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ 40 ദിവസത്തിനകം കണക്കുകൾ ശരിയാക്കി അവതരിപ്പിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു അനുമതി നിലവിൽ ജനറൽ ബോഡി നൽകിയിട്ടില്ല. ഒരു പക്ഷേ അവസാനം ഇക്കാര്യത്തിൽ ഒരു ഇളവ് അല്ലെങ്കിൽ ഒരു അധിക സമയം അക്കാര്യത്തിൽ ജനറൽ ബോഡി അനുവദിച്ചേക്കും. അപ്പോഴും നേതൃത്വത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ നേതൃത്വം അംഗങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും സംബന്ധിച്ച് വലിയൊരു ചർച്ച നടക്കുകയോ അതിലെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോവുകയോ ചെയ്യാനുള്ള സാധ്യത തുലവും കുറവാണ്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രമുഖരില്ലാത്ത ഒരു ജനറൽ ബോഡിയാണ് ഇന്ന് ചേർന്നത് എന്നുള്ളതാണ്. കാരണം സാധാരണ നമ്മളെല്ലാ വാർഷിക ജനറൽ ബോഡിയിലും പ്രമുഖ നടന്മാരൊക്കെ തന്നെ എത്താറുണ്ട്. മമ്മൂട്ടി എത്താറുണ്ട്, മോഹൻലാൽ എത്താറുണ്ട്, സുരേഷ് ഗോപി എത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കഴിഞ്ഞാൽ മലയാള സിനിമാ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള പൃഥ്വിരാജ് ആണെങ്കിലും ഫഹദ് ഫാസിലാണെങ്കിലും ടൊവിനോ തോമസ് ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ഒക്കെ തന്നെ വരാറുണ്ട്. അവരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നിട്ടുള്ളവരാണ്. പക്ഷേ അവരെ ആരെയും ഇന്ന് അമ്മയെ ജനറൽ ബോഡിയിലേക്ക് കണ്ടിട്ടില്ല. പ്രമുഖ നടിമാരെ ആരെയും, ഇപ്പോൾ സജീവമായിട്ടുള്ള നായിക നടിമാരെ ആരെയും അമ്മ ജനറൽ ബോഡിയിലേക്ക് കണ്ടില്ല. അങ്ങനെ നല്ലൊരു വിഭാഗം അംഗങ്ങളും ഇന്നത്തെ ജനറൽ ബോഡിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആ ജനറൽ ബോഡിയിൽ ഇത്തരത്തിലുള്ള വലിയ ചൂടുള്ള ചർച്ചകളും നാടകീയ സംഭവങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. അരുൺ, ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും പറയാനുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അൻസിബ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിയിട്ടുള്ള പരാതി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യം. സാധാരണഗതിയിൽ ഈ സംഘടനയുടെ പ്രത്യേകത അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ പറയണം, പുറത്തേക്ക് പറയരുത്. അത് പുറത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നവരെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് ചർച്ച നടന്നത്?
ഇരുവിഭാഗങ്ങളും തങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ ഇരുവിഭാഗങ്ങളെയും പിന്തുണയ്ക്കുന്നവർ കൃത്യമായ നിലപാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ അല്ല എന്നുള്ളതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. കാരണം തിരുക്കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ഇത്. വഴിയെ പോകുന്നവർ കൂട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന സംഘടനയല്ല. അതായത് ഒരു ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഷിക ജനറൽ ബോഡി കൂടുകയും ആ വാർഷിക ജനറൽ ബോഡിയിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പാസ്സാക്കുകയും ചെയ്തത്. അതായത് ആ ചട്ടപ്രകാരം അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ വാർഷിക ഒരു വർഷത്തിലൊരിക്കൽ ജനറൽ ബോഡി ചേർന്ന് കണക്കുകൾ പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്. ആ നടപടിക്രമമാണ്, നിയമപരമായിട്ടുള്ള നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത്, അല്ലാതെ അവരുടെ ഒരു ഗെറ്റ് ടുഗദർ ഒന്നുമല്ല. അപ്പോൾ ആ യോഗം എന്ന് പറയുന്നത് വളരെ നിയമപരമായിട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കണക്ക് പാസ്സാക്കാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഈ അവധി പറയുന്ന ആ ദിവസവും കണക്ക് പാസ്സാക്കാൻ കഴിയില്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള ചോദ്യം ചെയ്യപ്പെടൽ സാധ്യമാകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ എടുത്തു പറഞ്ഞത്, ഈ ഒരു വിഭാഗം ആൾക്കാർ നിലവിലെ നേതൃത്വത്തിന് അവിശ്വാസം അർപ്പിച്ചുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായി അവതരിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് കോടതിയിൽ നിലനിൽക്കുന്നതല്ല. 21 ദിവസം മുൻകൂട്ടി നോട്ടീസ് നൽകുകയും അത് അംഗങ്ങളെ അറിയിക്കുകയും അംഗങ്ങളെ അറിയിച്ചതിന് ശേഷം യോഗം വിളിച്ചത് ചർച്ച ചെയ്ത് തള്ളണോ കൊള്ളണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അത് നിയമപരമായിട്ടുള്ള ബാക്കപ്പ് ഉണ്ടാകൂ. അതായത് ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം അത്തരം തീരുമാനങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ തർക്കമാണ്. അനുനയ നീക്കങ്ങളൊന്നും പൂർണ്ണമായി ഫലം കാണുന്നതായിട്ട് അറിയുന്നില്ല. എംഎംഎയുടെ ജനറൽ ബോഡി യോഗം നടക്കുകയാണ്. പലരും വിട്ടുനിന്നിരിക്കുന്നു. എന്തായാലും ആരുടെയും പക്ഷം ചേരാനില്ല എന്ന് മോഹൻലാൽ പറയുന്നു. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അരുൺ ശങ്കർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്.